നമസ്കാരം. എല്ലാവർക്കും ശ്രീവത്സം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇടവമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച. നമ്മളെല്ലാവരും ദേവിയെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലുന്ന സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്ന് പറയുന്ന ശ്ലോകം ദേവീ മഹാത്മ്യത്തിലെ 9ാമത്തെ ശ്ലോകമാണ്. മാർക്കണ്ഡേയ മഹാമുനി ബ്രഹ്മാവുമായിട്ടുള്ള ആ സംവാദത്തിൽ വന്നിട്ടുള്ള ശ്ലോകമാണിത്. സംസ്കൃതം തന്നെയാണ്, മലയാള ലിപിയിൽ നമ്മളത് ചൊല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്ന് പറഞ്ഞാൽ എല്ലാ മംഗല്യങ്ങളും നൽകുന്ന, എല്ലാ മംഗള അനുഭവങ്ങളും നൽകുന്ന ദേവി അമ്മയ്ക്ക് നമസ്കാരം. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ പ്രാർത്ഥനകളെയും സാധിച്ചു തരണേ എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് തിരക്കേറിയ ജീവിതത്തിൽ ജോലിക്കൊക്കെ പോകേണ്ടവർക്കും മറ്റ് തിരക്ക് അനുഭവിക്കുന്നവർക്കും ഒക്കെ ഒരുപക്ഷെ ഇരുന്ന് നാമം ജപിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഈ ഒരു ശ്ലോകം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്നുള്ള ആ ഒരു പദം തുടർച്ചയായിട്ട് കുറേ സമയം ജപിക്കുക, 10 മിനിറ്റെങ്കിലും ജപിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലംജ കുലധർമ്മംജ മാംജ പാലയ പാലയ എന്ന ഭദ്രകാളിയെ സ്തുതിക്കുന്നതും ശേഷവര്യങ്കശായി നാരായണ ഋഷി ജഗതി ചന്ദ ശാന്തദുർഗാദേവതാ ദുർഗാം ദേവിയും ശരണമഹം പ്രപദ്യേ എന്ന് പറയുന്ന ദുർഗാദേവി സ്തുതിയും എല്ലാം തന്നെ നമ്മുടെ പരദേവതയെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്, ഭഗവതിയെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്, ഭദ്രകാളിയെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. ഇതും നമുക്ക് വെള്ളിയാഴ്ചകളിൽ രാവിലെയും അതുപോലെ വൈകിട്ടും ത്രിസന്ധ്യാസമയങ്ങളിൽ ഒരു 10 മിനിറ്റ് വീതം ജപിക്കുന്നത്, ഒരുപക്ഷെ ലളിതാ സഹസ്രനാമം ജപിക്കാൻ പറ്റാത്തവർക്ക്, ദേവി മഹാത്മ്യം വായിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഉള്ള ഒരു പരിഹാര മാർഗമാണ് എന്ന് പറയാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമസ്തുതേ.